നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എൻ.ഡി.എയിൽ ഭിന്നത. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുന്നണി മര്യാദ പാലിക്കാതെയെന്ന് കാമരാജ് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്നും അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശ്രദ്ധിക്കണമെന്നുമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. എന്നാൽ വോട്ട് കച്ചവടത്തിനാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ നിർത്താത്തതെന്ന ആരോപണം ഉയർന്നു വന്നതോടെയാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരാളെ ബി.ജെ.പി. കണ്ടെത്തിയത്. ആദ്യം കേരള കോൺഗ്രസ് ബിയിലും നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും പ്രവർത്തിച്ചു വരുന്ന മാർത്തോമ സഭാഭാഗമായ അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. നിലവിൽ പാർട്ടി അംഗമല്ല മോഹൻ ജോർജ്. അതുകൊണ്ട് തന്നെ പാർട്ടി അംഗത്വം നൽകി താമര ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം. അതെ, ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം. ഇവിടെ ശക്തമായ മത്സരം നടക്കും. പ്രത്യേക ഈ മാറിയ സാഹചര്യത്തിൽ പി വി അൻവർ അടഞ്ഞു നിൽക്കുന്ന സമയത്തിൽ ശക്തമായ മത്സരം നടക്കും. മലയോര കർഷക പ്രതിനിധി എന്ന നിലയിലാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതെന്ന് തുഷാർ വെള്ളാപ്പള്ളി. പൊതുവായി ഞങ്ങൾ ആലോചിച്ച ശേഷം ഒരു മലയോര കർഷകനായിട്ടുള്ള ഒരാളെ തന്നെ ലോക്കലായിട്ട് വെക്കണം എന്നുള്ള തീരുമാന അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ നേര് വരികയും അത് അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായത്. അതേസമയം നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എൻ.ഡി.എയിൽ ഭിന്നത രൂക്ഷമാകുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുന്നണി മര്യാദ പാലിക്കാതെയാണെന്ന് കാമരാജ് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഘടകകക്ഷികളുമായി കൂടിയാലോചനയില്ലാതെയാണ് തീരുമാനമെടുത്തത്. സ്ഥാനാർത്ഥി നിർണയം ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് വേണമായിരുന്നുവെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളുമായി എത്തി മോഹൻ ജോർജ് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മീഡിയ 1